ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയപ്പോൾ അതിനുള്ള ബ്രെഡ് പൊടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3-4 ബ്രെഡ് ഉണ്ടായിരുന്നിട്ട് ഞാനൊന്ന് ബ്രെഡ് പൊടിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാൾ ഇതാണ് നല്ലത്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് നല്ല നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ നല്ല മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെച്ചു. അപ്പോൾ നല്ല വറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ദേ ഒരു പാനിപ്പൂരിയുടെ റെഡിമെയ്ഡ് പാക്കറ്റാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടാണോ എന്നറിയില്ല. അതിൽ ഞാൻ ഈ ഒരു സെയിം സംഭവം തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പൂരിയുടെ ഒരു 25-26 ഉണ്ടായിരുന്നു. അതുപോലെ 2 ജ്യൂസിന് വേണ്ടിയിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അനിയത്തി വാങ്ങിയപ്പോൾ അവൾ എനിക്കും കൂടെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാമല്ലോ. പക്ഷേ സംഭവം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന പോലെ വരില്ല. ഈ ഒരു സോസൊക്കെ തന്നെ ആയാലും നമ്മൾ വീട്ടിലാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതൊരു റെഡിമെയ്ഡ് ആണല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു സംതൃപ്തി ഉണ്ടാവില്ല കേട്ടോ. അതാണ് മെയിൻ കാരണം എന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. നോമ്പ് മുറിക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സമോസ റെഡിയാക്കി എടുത്തു. സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ലീഫ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ മുട്ട ബീറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് കട്ട്ലറ്റും കൂടെ ആക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കട്ട്ലറ്റിനും സമോസയ്ക്കും സെപ്പറേറ്റ് ആയിട്ടാണ് അതിൻ്റെ കൂട്ട് റെഡിയാക്കുന്നത്. കട്ട്ലറ്റിനാകുമ്പോൾ നമ്മൾ സവോള ഇങ്ങനെ കുനുകുനെ അരിഞ്ഞെടുക്കും. മറ്റേ സമോസയ്ക്ക് കുറച്ച് നീളത്തിനാണല്ലോ അരിഞ്ഞെടുക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി സംഭവങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ കട്ട്ലറ്റും കൂടെ ഒന്ന് റെഡിയാക്കി ഇടുകയാണ്. മക്കൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം എന്തെങ്കിലും വറുത്തത് അവർക്ക് നിർബന്ധമാണ്. പിന്നെ ബാക്കിയുള്ള ഫുഡൊക്കെ കഴിച്ചാലായി കഴിച്ചില്ലെങ്കിലായി. എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ കഴിച്ച് കഴിച്ചൊരു ശീലമായി പോയതാണ്. നമുക്കെന്തല്ല എനിക്കെന്തായാലും കുറച്ച് കഞ്ഞിയോ അതുപോലെ എന്തെങ്കിലും പലഹാരമൊക്കെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ കുട്ടികൾ അതൊന്നും ടേസ്റ്റ് ചെയ്യാൻ കൂടി വരില്ല. പിന്നെ അവരിങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കും നോമ്പല്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആക്കി കൊടുക്കാം. പകൽ മുഴുവനും വിശന്നൊക്കെ ഇരുന്നിട്ട് നമ്മൾ വൈകുന്നേരം നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഞാൻ ജ്യൂസും കൂടെ ആക്കി വെക്കുകയാണ്. ജ്യൂസ് ഞാൻ ഒരു 6:45 6:40 ബാങ്ക് വിളിക്കുകയാണെങ്കിൽ 6:30 ഒന്ന് മിക്സിയിൽ എന്തായാലും അടിച്ചെടുക്കുള്ളൂ. അന്നേരം ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കും. കഞ്ഞി റെഡിയായി. നോമ്പ് കഞ്ഞിയാണ്, അത് എനിക്ക് കുടിക്കാനാണ്. എനിക്ക് എന്തായാലും നോമ്പ് കഞ്ഞി ഇല്ലാതെ പറ്റില്ല. അത് കഴിഞ്ഞ് തേങ്ങ ചിരകി വെക്കുകയാണ്. കാരണം എൻ്റെ തേങ്ങ ചിരകി വെച്ച് വന്ന ബോക്സ് കാലിയായിട്ടുണ്ട്. ഈ നമ്മൾ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് 3:30 എണീക്കുമ്പോൾ ഈ തേങ്ങ ചിരകിയതില്ലെങ്കിൽ പിന്നെ ആ ഒരു ഇരുട്ടത്ത് പോയി ഇതാക്കി എടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അല്ലെങ്കിലും ഈ തേങ്ങ എപ്പോഴും ബോക്സിലേക്ക് നിറച്ച് വയ്ക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. അത് കഴിഞ്ഞിട്ട് ആ പൂരി ഒന്ന് വറുത്ത് കോരുകയാണ്. സംഭവം ഒരു രൂപ തൊട്ടിൻ്റെ വലിപ്പമുള്ളൂ. പക്ഷേ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഷേപ്പിന് ആ ഒരു വലിപ്പത്തിന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ആ ഒരു പൂരി വറുത്തെടുത്തു. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു. സമോസ വറുത്തെടുത്തു. ലാസ്റ്റ് മാത്രം കട്ട്ലറ്റ് ആക്കി എടുക്കണം. കാരണം കട്ട്ലറ്റ് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ കൊള്ളില്ല. അതിൻ്റെ ആ പൊടി ബ്രെഡ് ക്രംസ് ഒക്കെ വീണിട്ട് പിന്നെ എന്തായാലും കളയാനേ കൊള്ളാവും. അതുകൊണ്ടാണ് ലാസ്റ്റ് ചെയ്തത്. പിന്നെ ഒരു 2-3 പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു പാനിപ്പൂരിയുടെ ഉള്ളിൽ വെക്കാനുള്ള ഒരു കൂട്ട് റെഡിയാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു പൊട്ടറ്റോ വെച്ചതിലോട്ട് അതിൻ്റെ തോലൊന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്ന ആ ഒരു സീസണിങ് ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ പാക്കറ്റിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പൊടി മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു പൊട്ടറ്റോ മിക്സ് കൂടെ ആക്കി എടുത്ത് വെച്ചപ്പോൾ എന്നെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി റെഡിയായി, ബാക്കിയുള്ള ഫുഡൊക്കെ റെഡിയായത്. ജ്യൂസും ആക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് വിളിക്കാൻ 5 മിനിറ്റേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് നോമ്പ് മുറിക്കുകയാണ്. അപ്പോൾ മോന് വേണ്ടിയിട്ട് കോഫി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണ് കട്ടനാണ് ഇഷ്ടം. കുറച്ച് കഴിയുമ്പോൾ കട്ടൻ വേണമെന്ന് തോന്നിയാൽ ഇട്ട് പിടിച്ചോളാമല്ലോ. ഇപ്പോൾ എന്തായാലും നേരത്തെ ആക്കി വെക്കേണ്ടെന്ന് കരുതി. മോളിതേ നോമ്പ് മുറിച്ച പാടെ തന്നെ ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത് അവളിതേ പാനിപ്പൂരിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്. ആ ഒരു റെഡിമെയ്ഡ് മിക്സ് ആയത് കാരണം ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കഴിച്ചു, അത്ര തന്നെ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.